പരിശുദ്ധ പരമദിവ്യകാരുണ്യ എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. ഇന്ന് ഏപ്രിൽ മാസം 15-ാം തീയതി ബുധനാഴ്ച. വിശുദ്ധ ഔസേപിതാവിൻ്റെ മാധ്യസ്ഥം ഇന്ന് പ്രാർത്ഥിക്കാം. പുതിയൊരു പ്രഭാതം നൽകി നമ്മെ അനുഗ്രഹിക്കുന്ന ദിവ്യകാരുണ്യനാഥന് നന്ദി പറയാം. കർത്താവേ, ഇന്ന് ഞങ്ങളെല്ലാ ചിന്തകളെയും, പറയുന്ന വാക്കുകളെയും, ചെയ്യുന്ന ജോലികളെയും, പോകുന്ന സ്ഥലങ്ങളെയും, യാത്ര ചെയ്യുന്ന വാഹനങ്ങളെയും, ഇന്നേ ദിവസം കണ്ടുമുട്ടാൻ പോകുന്ന എല്ലാ വ്യക്തികളെയും ദിവ്യകാരുണ്യയുടെ കൈകളിലേക്ക് സമർപ്പിക്കുന്നു. നാഥ, തിരുരക്തത്താൽ ഞങ്ങളെ ഇന്ന് പൊതിഞ്ഞ് സംരക്ഷിക്കണമേ. മത്തായി സുവിശേഷം 8-ാം അധ്യായം 22-ാം വചനം ഇന്ന് ധ്യാനിക്കാം. യേശു പറഞ്ഞു, നീ എന്നെ അനുഗമിക്കുക, മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ സംസ്കരിക്കട്ടെ. ഈ ഭൂമിയിലെ ഓരോ കാര്യവും ചെയ്യാൻ ദൈവം ഓരോരുത്തരെ നിയോഗിച്ചിട്ടുണ്ട്. ഈ നിയോഗിക്കലിനെ ദൈവവിളി എന്ന് നാം വിളിക്കാറുണ്ട്. വൈദികർ, സന്യസ്തർ, ഏകസ്ഥർ, കുടുംബജീവിതം നയിക്കുന്നവർ, ഇങ്ങനെ പ്രധാന വിളികളുണ്ട്. എന്നാൽ ഓരോ ജീവിതമാർഗത്തിലേക്കും വിളിക്കപ്പെട്ടിട്ടുള്ളവർ ആ വിളിക്കുള്ളിലെ മറ്റ് വിളികൾ തിരിച്ചറിയുമ്പോഴാണ് കർത്താവിൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുന്നവരായിട്ട് നമുക്ക് മാറാൻ പറ്റുക. കർത്താവേ, ഞങ്ങളുടെ ദൈവവിളികളുടെ യഥാർത്ഥ ഉദ്ദേശം കണ്ടെത്തി അതങ്ങേക്ക് വേണ്ടി പ്രാവർത്തികമാക്കാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാകട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.